ഹലോ, നമുക്കിന്നൊരു ബ്രോക്കലി എഗ് ഫ്രൈ ഉണ്ടാക്കിയാലോ? അതിനാദ്യം കുറച്ച് വെള്ളം ചൂടാക്കാൻ വെക്കണം. അതിലേക്ക് അല്പം ഉപ്പും അല്പം മഞ്ഞൾപ്പൊടിയും ചേർക്കാം. അത് ചൂടാകുമ്പോഴത്തേന് നമുക്ക് ബ്രോക്കോളി അരിഞ്ഞെടുക്കാം. ഒരു ഫുൾ ബ്രോക്കലി ഞാൻ എടുത്തിട്ടില്ല, അതിൻ്റെ ചെറിയൊരു പോർഷൻ മാത്രമേ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. അത്യാവശ്യം ചെറിയ പീസസ് ആയിട്ട് നമുക്ക് ബ്രോക്കലി കട്ട് ചെയ്തെടുക്കാം. ഇതെല്ലാം കട്ട് ചെയ്ത് നന്നായി കഴുകി വൃത്തിയാക്കിയത് നമുക്ക് നേരത്തെ ചൂടാക്കാൻ വെച്ച വെള്ളത്തിലേക്ക് ആഡ് ചെയ്യാം. ഇതിനി തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 5 മിനിറ്റ് അതിലിരുന്നാൽ മതി. എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ, വല്ല കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി നമുക്ക് സവോളയാണ് വേണ്ടത്. ഞാനൊരു സവോളയുടെ പകുതി ഇവിടെ എടുത്തിട്ടുള്ളൂ. സവോള നമുക്ക് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യണം. ഒരുപാട് കുഞ്ഞ് പീസാക്കണ്ട. ഇതുപോലെ ഏകദേശം നേരെ അരിഞ്ഞിട്ട് പിന്നെ ഒന്നുകൂടി തിരിച്ച് വെച്ചിട്ട് ഒന്നും കൂടി അരിയുക. സവാളയുടെ കൂടെ നമുക്ക് 2 or 3 അല്ലി വെളുത്തുള്ളി വേണം. അതും ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം. ശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ നന്നായി ചൂടായി വരുമ്പം അതിലേക്ക് നമുക്ക് എണ്ണ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാനിവിടെ തവിട് എണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച് ഉള്ളി ആഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ശേഷം നമുക്ക് ചെറുതാക്കി വെച്ച് ബ്രക്കോളി ആഡ് ചെയ്യാം. ഞാൻ നേരത്തേനെക്കാട്ടും ഒന്നും കൂടി ചെറുതാക്കിയിട്ടുണ്ട്. ചെറിയ ചെറിയ ഇതളുകളാക്കി മാറ്റിയിട്ടുണ്ട് ബ്രക്കോളീസ്. ശേഷം നമുക്കതിലേക്ക് ഉപ്പും അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഒരു 2 സ്പൂൺ വെള്ളം നമുക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ബ്രക്കോളി ഒരുപാട് വേവണ്ട, 2 മിനിറ്റിൻ്റെ ഒക്കെ ആവശ്യമുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് ഒരു മുട്ടയാണ്. അതിലേക്ക് അല്പം കുരുമുളക് പൊടി അല്പം ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ബ്രോക്കലി നമ്മൾ വിചാരിച്ച പോലെ നിസ്സാരക്കാരനല്ല കേട്ടോ. അതിൽ ധാരാളം വൈറ്റമിൻസും ഫൈബേഴ്സും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ദഹന പ്രശ്നത്തിനും പിന്നെ ക്യാൻസറിനെ പോലും പ്രതിരോധിക്കാനുള്ള കഴിവുണ്ട്, ഇൻഫ്ലമേഷനൊക്കെ തടയാനും. 2 മിനിറ്റായി നമ്മുടെ ബ്രോക്കോളി ഒക്കെ വെന്തിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ സെൻറ്ററിൽ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കണം. ഇതുപോലെ ഇങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി കംഫർട്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെ എല്ലാതെയും ചെയ്യാം. ഇപ്പം ഞാനിവിടെ സെൻറ്ററിലൊരു സ്പേസ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അവിടേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കോഴിമുട്ടയുടെ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഒഴിച്ച അതേ സ്പീഡിൽ തന്നെ അത് ഇളക്കരുത്. അതിൻ്റെ അടിഭാഗം ഒന്ന് വെന്ത് വരണം. ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് ലോ ഫ്ലെയിമാണ്. നമുക്കിവിടെ ഹൈ ഫ്ലെയിമിൻ്റെ ആവശ്യമേ ഇല്ല. എല്ലാം ചെയ്യുന്നത് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ്. അതിൻ്റെ അടിഭാഗം ഒന്ന് വെന്ത് വരുമ്പോഴാണ് നമ്മളിത് മിക്സ് ചെയ്ത് തുടങ്ങേണ്ടത് കേട്ടോ. അടിഭാഗം പതുക്കെ വേവാൻ തുടങ്ങിയിട്ടുണ്ട്. അടിഭാഗം കുറച്ച് വേവാൻ തുടങ്ങുമ്പോൾ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സിങ്ങിൻ്റെ കൂടെ ഒന്ന് നമ്മളതിനെ ഉടച്ചു കൊടുക്കാനും കൂടി ശ്രദ്ധിക്കണം. എന്നാലേ കഴിക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എല്ലാം ഒന്ന് യോജിക്കുള്ളൂ അന്നേരം. നമ്മൾ ഉടച്ചും കൂടി കൊടുക്കുമ്പോഴേ മുട്ടയും ബ്രക്കോളിയും ഉള്ളിയും ഒക്കെ കൂടി യോജിച്ച് വരുള്ളൂ. ഇനി നിങ്ങൾക്ക് എരിവിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെ കൂട്ടാം. ഇത് മാത്രം വെച്ചിട്ട് തന്നെ നമുക്ക് ചോറ് കഴിക്കാം. അല്ല, നമുക്ക് ചപ്പാത്തിയോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കൂടെ റോൾ ചെയ്ത് കൊടുക്കാനും ഇത് പറ്റും. ഇനി ബ്രെഡിൻ്റെ ഇടയിൽ വെച്ച് കഴിക്കാനും എല്ലാത്തിനും ഇത് പറ്റും. സാധാരണ ഫോറിനേഴ്സൊക്കെ ബ്രോക്കോളി സ്റ്റീം ചെയ്തൊക്കെ കഴിക്കുക. പക്ഷേ എല്ലാവർക്കും ആ ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പം ഇങ്ങനെ ചെയ്താൽ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും. നമ്മുടെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബ്രോക്കോളി എന്ന് കേട്ടപ്പോൾ ഒരാൾ എൻ്റെ വയ്യെ കുറേ നേരമായി കൂടിയിട്ട്, അപ്പോൾ ആൾക്ക് തന്നെ കൊടുത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്യിപ്പിച്ച് നോക്കാം.
ആൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.